ഗോംതി എന്ന വയസ്സായ സ്ത്രീ അവളുടെ മകൻ സുദർശൻ, പിന്നെ മരുമകൾ മമതയ്ക്കൊപ്പമായിരുന്നു. ഗോംതിയുടെ മൂത്ത മകനും മരുമകളും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോ ചെറുമകൾ ഖുഷി ഗോംതിക്കൊപ്പം വീട്ടിലായിരുന്നു. ചെറുമകൾ ഖുഷിക്ക് ഇപ്പോ ഗോംതി അല്ലാതെ മറ്റാരും ഈ ലോകത്തില്ല. കാരണം ഖുഷിയുടെ ചിറ്റപ്പനും ചിറ്റമ്മയും നല്ല സ്വഭാവക്കാരല്ല. ചിറ്റ, മുത്തശ്ശിക്ക് ഒട്ടും വയ്യ. മുത്തശ്ശിയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട. മുത്തശ്ശിക്ക് പനിയാ. പോ അവിടുന്ന്. വന്നിരിക്കുക മുത്തശ്ശിയുടെ വാല്. ഓ കിളവി, ഇതുവരെ നീ പാത്രം കഴുകിയില്ലേ? തുണി പിന്നെ എപ്പ കഴുകും? കഴുകി കഴിഞ്ഞു മോളെ. ശരീരം നല്ല വേദന എടുക്കുക. നല്ല ക്ഷീണമുണ്ട്. എല്ലാ ദിവസവും ഓരോ അസുഖം പറയുന്നത് ഇവിടെ നടക്കില്ല. നിന്നെ നിന്റെ ചെറുമകളെ ഇവിടെ താമസിക്കാൻ വിട്ടു. വൈകുന്നേരം എന്റെ അമ്മയും എന്റെ അനിയത്തിയും വരുന്നുണ്ട്. ഇതിനുശേഷം അടുക്കളയിൽ പോയി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കേട്ടോ? നിന്റെ ചെറുമകളെയും കൂട്ടിക്കോ. ദിവസം മൊത്തം അവിടെ എവിടെയും കറങ്ങും. മുത്തശ്ശിത്ത, ഞാൻ സഹായിക്കട്ടെ? നിങ്ങൾക്ക് സുഖമില്ലല്ലോ. ചിറ്റമ്മ ഭയങ്കര മോശമാണ്. ചിറ്റമ്മ നിങ്ങളെ എത്രയാ ബുദ്ധിമുട്ടിക്കണേ, എത്ര ജോലിയാ ചെയ്യിപ്പിക്കണേ. എന്റെ മോളെ, നീ ഇത്ര ചെറിയ കൈവച്ച് എങ്ങനെ ജോലി ചെയ്യാനാ? കുഴപ്പമില്ല മോളെ, ഞാൻ ചെയ്തോളാം. ഗോംതിയുടെയും ഖുഷിയുടെയും കണ്ണ് നിറയും. ഖുഷിക്ക് അറിയായിരുന്നു അവളുടെ മുത്തശ്ശിക്ക് ഒട്ടും വയ്യ എന്ന്. പക്ഷെ ആ ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈകുന്നേരം മമതയുടെ അമ്മയും അനിയത്തിയും വരും. മമതയുടെ കുട്ടിക്ക് കളിപ്പാട്ടവും കഴിക്കാനുള്ള സാധനങ്ങളും കൊണ്ടുവരും. ഖുഷി കുട്ടികൾ കളിപ്പാട്ടത്തിൽ കളിക്കണതായി കാണും. അവൾ അവരുടെ അടുത്ത് ചെല്ലും. അപ്പം മമതയുടെ മകൾ മഹിമയുടെ കയ്യിൽ നിന്നൊരു പാവ പൊട്ടും. എന്നിട്ട് അവള് ഖുഷീനെ കുറ്റപ്പെടുത്തും. മുത്തശ്ശി നോക്കുന്നേ, മമ്മി നോക്ക്, ഖുഷി എന്റെ കളിപ്പാട്ടം പൊട്ടിച്ചു. മമത, ഈ പെണ്ണ് കുരുത്തം കെട്ടതാണല്ലോ. അമ്മയച്ഛനാണെങ്കിൽ പരലോകത്ത് പോയി. നമ്മളെ കഷ്ടപ്പെടുത്താനാ ഇതിനെ ഇവിടെ ആക്കിയിട്ട്. എത്ര വില കൂടിയ കളിപ്പാട്ടാ ഞാൻ കൊണ്ടുവന്നേ മഹിമയ്ക്ക് വേണ്ടി. ഈ പെണ്ണാണെങ്കിൽ ഇതിനെ പൊട്ടിച്ചു. ആ ചേച്ചി, ഇത് വളരെ മോശമാണ്. നീ എന്താ അവളെ പാഠം പഠിപ്പിക്കാത്ത? ഇനി മേലാൽ ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. നോക്കിക്കോ, ഞാൻ ഇപ്പൊ അവളെ ശരിയാക്കാം. ബിട്ടു, പോയി കമ്പെടുത്തിട്ട് വന്നേ. മമത കമ്പ് വെച്ച് ഖുഷിനെ അടിക്കാൻ തുടങ്ങി. ഖുഷി രക്ഷിക്കാനായി നിലവിളിക്കും. മമത മോളെ, വിട്ടേരെ, പാവം കുട്ടിയാണ്, അവളെ അടിക്കണ്ട. മമത, ഞാൻ നിന്നെ മുമ്പ് യാചിക്കാണ്, അവളെ വിട്ടേരെ. സുദർശൻ മോനെ, നീ വന്നത് നന്നായി. മമതയോട് പറ ഖുഷിനെ അടിക്കണ്ടെന്ന്. ഈ പാവത്തിന് ഈ ലോകത്ത് ആരുമില്ല. അവളോട് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. അമ്മ ഇതിന്റെ ഇടയ്ക്ക് വരരുത്. കുട്ടികളെ ശാസിക്കേണ്ടത് ആവശ്യമാണ്. എന്തോ കാരണമുള്ളതുകൊണ്ടാണ് മമതയെ അടിക്കുന്നത്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. എന്നെ ഇതിൽ ഇടപെടുത്തണ്ട. ഞാൻ നിന്നെപ്പോലൊരു മകനെ ജനിപ്പിച്ചു എന്ന് എനിക്ക് എന്നോട് തന്നെ നാണം തോന്നുക. നീ നിന്റെ ചേട്ടന്റെ കുട്ടീനോട് ഇത്ര മോശമായി നടക്കുന്നത് കണ്ടോണ്ട് നിൽക്കുന്നോ? ദൈവത്തിനെങ്കിലും പേടിക്ക് നിങ്ങള്. ഇങ്ങനത്തെ പാപം ചെയ്യല്ലേ. മമതയുടെ ദേഷ്യം ഖുഷിനെ അടിച്ചാലേ കുറയത്തുള്ളൂ. അന്ന് ഖുഷിയും ഗോംതിയും ഒരുപാട് കരഞ്ഞു. പക്ഷെ മമത അവളുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഒപ്പം ചിരിച്ചും കളിച്ചും സന്തോഷിക്കുകയായിരുന്നു. അടുത്ത ദിവസം ഗോമതിക്ക് എണീക്കാൻ പോലും വയ്യ. ഗോമതിയുടെ അസുഖം വളരെയധികം കൂടി. ഗോമതി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അവള് വിശന്നോണ്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു. പക്ഷെ മമതയ്ക്ക് അവളോട് ഒട്ടും കരുണ തോന്നില്ല. ചിറ്റേ, മുത്തശ്ശി രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ എല്ലാരും കറങ്ങാൻ പോവാ. വീട്ടിൽ കഴിക്കാനൊന്നുമില്ല. അടുക്കള ഞാൻ പൂട്ടിയിട്ട് പോവുക. വിശന്ന് മരിക്കോ എങ്ങോട്ടെങ്കിലും പോവോ? എന്റെ തല തിന്നണ്ട. വാ അമ്മേ, വാ ബെർക്ക, വാ കുട്ടികളെ, പെട്ടെന്ന് പെട്ടെന്ന് പോകാം. നിങ്ങളുടെ അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാ. എല്ലാരും കറങ്ങാനായി പോകും. മമത അടുക്കള പൂട്ടിയിട്ട് പോകും. വീട്ടിൽ കഴിക്കാനായി ഒന്നുമില്ലായിരുന്നു. ഗോമതിയുടെ അസുഖം ഇനിയും കൂടുതലായി. ഖുഷി ഗോമതിയോടൊന്നും പറയാതെ ചന്തയിൽ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാനായി പോകും. അവള് ചന്തയിലെ എല്ലാവരുടെ അടുത്തും സഹായം ചോദിക്കും. ചേട്ടാ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? എന്റെ മുത്തശ്ശി രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒരു വിശന്നിരിക്കുക. നിങ്ങളുടെ കാശുണ്ടോ? കാശില്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ നോക്ക്. ഇല്ല ചേട്ടാ, എന്റെ അടുത്ത് കാശില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. ഇനി എന്താ ചെയ്യാ? മുത്തശ്ശിക്ക് എവിടെ നിന്ന് ആഹാരം കൊണ്ടുവരും? അപ്പോ ഖുഷി ഒരു അമ്പലം കാണും. അവിടെ ഒരു ടെന്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ ഖിച്ചടിയുടെ പ്രസാദം കൊടുക്കുകയായിരുന്നു. ഖുഷി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി മോളെ, പ്രസാദം വേണോ? പക്ഷേ ആന്റി, എന്റെ അടുത്ത് കാശില്ല. നിങ്ങൾ ഇതിന് പകരം എന്നോട് കാശ് ചോദിക്കുമല്ലേ? ഇല്ല മോളെ, അമ്പലത്തിന്റെ അവിടെ കിട്ടുന്ന പ്രസാദം
കാശ് വാങ്ങില്ല, അത് ഫ്രീ ആയി കൊടുക്കും. എനിക്കാരും കാശില്ലാതെ ആഹാരം തന്നിട്ടില്ല. എൻ്റെ മുത്തശ്ശി രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ആൻറ്റി അവർ രാവിലെ തൊട്ട് വിശന്നിരിക്കുക, അസുഖവുമാണ്. ചിറ്റപ്പനും ചിറ്റമ്മയും കറങ്ങാൻ പോയി. ഖുഷിയുടെ കണ്ണീര് കണ്ട് മാലിനി എന്ന പേരുള്ള ആ സ്ത്രീയും വിഷമിക്കും. മാലിനി സ്ത്രീകൾക്ക് വരുമാനം കിട്ടാനായി ഒരു സംഘടന നടത്തുന്നുണ്ടായിരുന്നു. മാലിനി ഖിച്ചടി ഉണ്ടാക്കുന്ന ജോലി ചെയ്യുമായിരുന്നു. ഓരോ ആഴ്ചയും പല അമ്പലങ്ങളിൽ ഖിച്ചടി ഉണ്ടാക്കി വിൽക്കുക, അതായിരുന്നു അവരുടെ സംഘടനയുടെ ജോലി. ഈ ജോലി മാലിനി കഴിഞ്ഞ 5 വർഷമായി ചെയ്യുകയാണ്. ഇപ്പോൾ മാലിനിയുടെ കുടുംബവും ഇതിലുണ്ടായിരുന്നു. മാലിനി പണക്കാരിയാണെങ്കിലും ദയാലുവായിരുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തി കാരണം മാലിനി മറ്റുള്ളവരെ സഹായിക്കാനായി ഈ സമാജ് സേവയുടെ കാര്യങ്ങൾ തുടങ്ങിയത്. മാലിനി ഖുഷിക്കൊപ്പം അവളുടെ വീട്ടിൽ ചെല്ലും. ഗോമതിയുടെ അവസ്ഥ ഗുരുതരമായിരുന്നു. മാലിനി ഗോമതിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഗോമതിയുടെ അസുഖം മാറും. വളരെ വളരെ നന്ദിയുണ്ട് മകളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത്. അമ്മേ, ഞങ്ങളുടെ സംഘടനയുടെ ജോലി തന്നെ ഇതാണ്, പാവപ്പെട്ട നിസ്സഹായരെ സഹായിക്കുന്നത്. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളും ഈ സംഘടനയുടെ അംഗമാണിനി. ഇനി നിങ്ങൾക്ക് ആ മകന്റെ മരുമകളുടെ അടുത്ത് താമസിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും ജോലിയും ശരിയാക്കി തരും. ഞങ്ങളുടെ സംഘടന അമ്പലത്തിൽ ഖിച്ചടി ഉണ്ടാക്കി വിൽക്കുന്ന ജോലി ചെയ്യും. അതിൽ നിങ്ങൾക്കും ചേരാം. വളരെ വളരെ നന്ദി മാലിനി മോളെ. നിങ്ങൾ ഈ മുത്തശ്ശിക്കും മകൾക്കും ദൈവത്തിന്റെ രൂപമാണ്. ശരിക്കും ചിലപ്പോഴൊക്കെ അന്യരും നമുക്ക് സ്വന്തക്കാരായി മാറും. ഗോമതി അവളുടെ മകന്റെ മരുമകളുടെ വീട് വിടും. ഇപ്പോൾ അവള് മാലിനിക്കൊപ്പം സമാജസേവ ചെയ്യുകയാണ്. കിച്ചടി ഉണ്ടാക്കാൻ ഗോമതി പൂർണ്ണമായി സഹായിക്കുമായിരുന്നു. ഗോമതി നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ മാലിനിയെ ഈ കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. മാലിനി നല്ലൊരു സ്കൂളിൽ ഖുഷിക്ക് അഡ്മിഷനും വാങ്ങിക്കൊടുക്കും. ഗോമതിക്ക് ആശ്വാസമുണ്ടായിരുന്നു, അവള് ഖുഷിയുടെ നശിക്കുന്ന ജീവിതത്തിനെ രക്ഷിച്ചുവെന്ന്. ഇതൊക്കെ ദൈവത്തിന്റെ കൃപ കാരണം സംഭവിച്ചതാണ്.